ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിനായിട്ട് ഞാൻ 3/4 കിലോ ബീഫ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതാണിത്, അതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ ഇതിലേക്ക് ഇനി പൊടി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കൂടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോട് ചേർത്ത് നല്ലതുപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു 30 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, നേരെ തന്നെ കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കപ്പോൾ കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചെറുതായിട്ട് ഞാൻ ഇതിലേക്ക് വറുത്തിടുന്നുണ്ട്. അതായത് ഒരു ചെറിയ തേങ്ങ എടുത്തിട്ട് ഹാഫ് പോർഷൻ കൊത്തായിട്ട് എടുത്തിട്ടുണ്ട്, ഹാഫ് പോർഷൻ ചിരവി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ കേട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൊത്താണ് ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചിരവിയ തേങ്ങ കൂടി ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് ഒരു തണ്ട് വേപ്പില കൂടെ, 1-2 തണ്ട് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കപ്പ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഈ ഒരു വലുപ്പത്തിലാട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് കപ്പയ്ക്ക് കട്ടോ കയ്പോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് സമയം ഒന്നിങ്ങനെ തിളയ്ക്കട്ടെ. കപ്പ ഹാഫ് കുക്കൊക്കെ ആകുമ്പോൾ നമുക്കിത് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് കപ്പ വേവുന്നതിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി പോകരുത് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. കപ്പ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 5 മീഡിയം സൈസ് സവാളയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇതോട് ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വഴന്നുകൊണ്ട് ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നമുക്കിതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.25 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നെയ്യും നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മളിത് അങ്ങനെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ആക്കാം. മസാലയും ബീഫും കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും മുകളിൽ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 2 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയും മസാലയും കൂടെ ഒക്കെ മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. എഗ്ഗും കൂടി ചേർത്ത് കൊടുത്ത് മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ, ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ വെള്ളം ഇതിലാവശ്യമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിൻ്റെ മുകളിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കപ്പയുടെ മുകളിലായിട്ട് നമ്മൾ വറുത്തെടുത്ത തേങ്ങക്കൊത്തും തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇത് നമുക്ക് ചൂടിന് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് കഴിക്കുമ്പോൾ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ മുകളിൽ വെതറി കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതുവരെ ഓക്കെ ബൈ. താങ്ക് യു.